നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ, റിയാലിറ്റിയുടെ പിന്നിൽ എന്താണുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യത്തിൽ സോളിഡായ, ഫിസിക്കലായ, മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങളാണോ? വസ്തുക്കളെ അതിൻ്റെ ഏറ്റവും ബേസിക്കായ, ഏറ്റവും ചെറിയ ലെവലിൽ, അതായത് ആറ്റോമിക്കും സബ് ആറ്റോമിക് ലെവലിലും പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവയിൽ മിക്കവാറും എംപ്റ്റി ആയുള്ള സ്പേസാണുള്ളതെന്നാണ്. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ന്യൂക്ലിയസും ഇലക്ട്രോൺസും അടങ്ങിയിട്ടുള്ളൂ എന്നാണ്. അതുപോലെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വസ്തുക്കളാലല്ല, മറിച്ച് വിവിധങ്ങളായ എനർജി വൈബ്രേഷനുകളിലാണെന്നാണ്. ക്വാണ്ടം ഫിസിക്സിനനുസൃതമായി നമ്മുടെ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിരന്തരം വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന എനർജി ഫീൽഡിനാലാണെന്നാണ്. നമ്മൾ വസ്തുക്കളായി കാണുന്ന കാര്യങ്ങൾ 99% മുകളിൽ എംപ്റ്റി സ്പേസാണ്. നമ്മൾ കാണുന്ന പല കാര്യങ്ങളും സത്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന, ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി മാത്രമാണ്. ക്വാണ്ടം ഫിസിസിസ്റ്റുകൾ ഈ എനർജിയെ വിളിക്കുന്നത് ദി ഫീൽഡ് എന്നാണ്. നമ്മുടെ ഫിസിക്കലായ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യങ്ങളായ ശക്തികളായിട്ടാണ് ഇവ നിർവചിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും അടങ്ങിയിരിക്കുന്ന വൈബ്രേഷണൽ എനർജിക്ക് ഈ ഫീൽഡുമായി ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ, റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജിക്ക് സമാനമായ വൈബ്രേഷൻ ഉള്ളവയെ സ്വാധീനിക്കാനാവും. അവയുടെ വൈബ്രേഷനിനെ, ചലനത്തെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ സ്കേഴ്സിറ്റിയുടെ, ഇല്ലായ്മയുടെ അല്ലെങ്കിൽ ഭയത്തിന്റെ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സമാനമായ സാഹചര്യങ്ങളുമായി റെസൊണേറ്റ് ചെയ്യുന്നു, പ്രതിധ്വനിക്കുന്നു. ഇത് നിങ്ങളുടെ ഇല്ലായ്മയുടെയും ഭയത്തിന്റെയും വൈബ്രേഷൻ ഫ്രീക്വൻസിയെ വർദ്ധിപ്പിക്കുന്നു. ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ യോജിച്ചു പോകുന്നു, സിങ്ക് ചെയ്യുന്നു. അതുപോലെ പോസിറ്റീവായി നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സാഹചര്യങ്ങളുമായി നമ്മൾ കൂടുതൽ സിങ്ക് ചെയ്യുവാനും അങ്ങനെ നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷൻസ് വർദ്ധിക്കുവാനും അത് കാരണമാകുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ വൈബ്രേഷനുകൾക്കനുസൃതമായാണ് നമ്മൾ ജീവിതത്തിൽ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നത് നിർണ്ണയിക്കപ്പെടുന്നത്. നമ്മുടെ എനർജിക്ക് യോജിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു. നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം അതിനനുസൃതമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ചുറ്റും കാണുന്ന ഓരോ കാര്യവും നമ്മുടെ വിശ്വാസങ്ങളുടെ, ബിലീഫ്സിൻ്റെ, സബ് കോൺഷ്യസ് പ്രോഗ്രാംസിൻ്റെ, അതുപോലെ എക്സ്പെക്റ്റേഷൻസിൻ്റെ പ്രൊജക്ഷനാണ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന ഫേമസ് ആയ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ക്വാണ്ടം ഫിസിക്സിൽ ബോധപൂർവകമായ നിരീക്ഷണം എങ്ങനെ കണങ്ങളുടെ, പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവത്തെ മാറ്റുന്നുവെന്ന് കാണാൻ സാധിച്ചു. ഇലക്ട്രോൺസ് പോലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ 2 സ്ലിറ്റിലൂടെ നിരീക്ഷിക്കാതെ കടത്തിവിട്ടപ്പോൾ ഈ കണങ്ങൾ അലകൾ പോലെ പെരുമാറുകയും ഒരു പ്രത്യേക ഇന്റർഫിയറൻസ് പാറ്റേൺ സ്ലിറ്റിന്റെ പിന്നിലുള്ള സ്ക്രീനിൽ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന കണങ്ങളെ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ ഈ പാറ്റേൺ അപ്രത്യക്ഷമാവുകയും സോളിഡായ വസ്തുവിനെ പോലെ പെരുമാറുകയും ചെയ്തു. ഈ പഠനം കാണിക്കുന്നത് നിരീക്ഷിക്കുന്ന ആ ഒരു പ്രവൃത്തി ക്വാണ്ടം റിയാലിറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്നും കോൺഷ്യസ്നെസ്സിന് പദാർത്ഥങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുമാണ്. കോൺഷ്യസ്നെസ് കടന്നു വരുന്നതുവരെ പല സാധ്യതകളുടെ രൂപത്തിൽ ഒരുമിച്ച് നിലനിൽക്കുകയും പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ നിരീക്ഷണത്തിലൂടെ അവയിൽ ഒരു സാധ്യത മാത്രമായി രൂപം കൊള്ളുകയും ഒരു സോളിഡായ വസ്തുവായി കാണപ്പെടുകയും ചെയ്യുന്നു. ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഫീൽഡാണ് പാർട്ടിക്കിൾസിനെ നിയന്ത്രിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഫീൽഡിൽ വ്യത്യാസം വരുത്താൻ സാധിച്ചാൽ പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ഈ ഫീൽഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നത് നമ്മുടെ നിരീക്ഷണത്തിലുള്ള, പേഴ്സ്പെക്റ്റീവിലുള്ള മാറ്റങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മളിൽ നിലനിൽക്കുന്ന നിരീക്ഷണങ്ങളും റിയാക്ഷൻസും കടന്നു വരുന്നത് നമ്മിൽ ചെറുപ്പത്തിലെ പ്രീ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമുകൾക്കനുസൃതമായാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ 70% ഈ സബ് കോൺഷ്യസ് പ്രോഗ്രാമുകളാണ് നിർണ്ണയിക്കുന്നത്. ജീവിതത്തിൻ്റെ ആദ്യത്തെ 7 വർഷങ്ങൾ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് പ്രധാനമായും തീറ്റ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നതെന്ന്
പഠനങ്ങൾ കാണിക്കുന്നു. ആക്റ്റീവ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി നടക്കുന്ന ഈ കാലഘട്ടം സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ്ങിനാൽ സ്വാധീനിക്കപ്പെടുവാൻ ഏറ്റവും സാധ്യതയുള്ള കാലമാണ്. ഈ ഒരു സമയത്ത് കുട്ടികൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഫിൽട്ടർ ഒന്നും കൂടാതെ ഇൻഫോർമേഷനുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന വിശ്വാസങ്ങളും ഇമോഷണൽ പാറ്റേണുകളും സ്വഭാവങ്ങളുമായി അവ രൂപപ്പെടുന്നു. നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും 95% നമ്മുടെ ചെറുപ്പകാലത്തെ പ്രോഗ്രാമുകളിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നും പുതുതായി സൃഷ്ടിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതൊരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ബോധ മനസ്സിലാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ക്രിയേറ്റിവിറ്റിയും നിലകൊള്ളുന്നത്. നമ്മളൊരു പക്ഷേ പല സ്വപ്നങ്ങളുമായി ഉണരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ ഈ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവയാകണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമുകളിൽ 60% മുകളിൽ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമ്മളെ അടിച്ചു താഴ്ത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളുമായിരിക്കും എന്നതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ ജീൻസിന്റെ ഇരകളായി നിലനിൽക്കേണ്ടതില്ലെന്ന് ക്വാണ്ടം ഫിസിക്സും എപ്പിജെനറ്റിക്സും കാണിക്കുന്നു. സത്യത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. നമ്മൾ റിയാലിറ്റിയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ, നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമുകളുടെ പ്രൊജക്ഷനാണ്. നമ്മുടെ ഇന്നർ പവറിനെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ പ്രോഗ്രാമിങ്ങുമാണ് നമ്മൾ സാഹചര്യങ്ങളുടെ ഇരകളായി നിലനിൽക്കുവാൻ നമ്മെ കാരണമാക്കുന്നത്. എന്നാൽ മാറ്റങ്ങൾ സാധ്യമാണെന്നതാണ് ഗുഡ് ന്യൂസ്. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, എന്താണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് സബ് കോൺഷ്യസ് പ്രോഗ്രാമുകളാണ് എന്നിൽ ഓട്ടോ പൈലറ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചിന്തകൾക്കും പ്രോഗ്രാംസിനും നമ്മുടെ വികാരങ്ങളുടെ മേലും പ്രവൃത്തികളുടെ മേലും ഒരു സ്വാധീനമുണ്ട്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളെയും നിർണ്ണയിക്കുന്നു. നമ്മുടെ റിയാലിറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായി നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടാതെ പദാർത്ഥങ്ങളിൽ നിന്നും മാത്രം സൃഷ്ടിക്കാതെ ക്വാണ്ടം ഫീൽഡിനെ ആക്സസ് ചെയ്യുവാനും നമ്മൾ പഠിക്കണം. ഇത് എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നമ്മുടെ പ്രവൃത്തികളുടെയും സ്വഭാവത്തിൻ്റെയും നിരീക്ഷകരാകണം. പല സാഹചര്യങ്ങളോടും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുവാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകൾ തിരിച്ചറിയുവാനും നമ്മൾ ശ്രമിക്കണം. പ്രത്യേകമായും നെഗറ്റീവായവയെ. അങ്ങനെ അവയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. വെറുതെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കൂടുതൽ അലേർട്ടാകണം, ഉണർന്നിരിക്കണം. ഇനി റിയാക്ട് ചെയ്തു പോയാൽ തന്നെ അവയെ വിശകലനം ചെയ്യാൻ ശ്രമിക്കണം. പെട്ടെന്ന് നമ്മുടെ റിയാക്ഷനിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ നിരന്തരമായ നിരീക്ഷണത്തിലൂടെ നമ്മുടെ ഓട്ടോമാറ്റിക്കായ റെസ്പോൺസുകളെ തിരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിനെ തിരിച്ചറിയുക എന്നതാണ്. നമ്മൾ ജീവിതത്തിൽ മിക്കവാറും അനുഭവിക്കുന്ന പല കുറവുകളുടെയും അടിസ്ഥാനം സ്വയം അംഗീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ, നമ്മൾ യോഗ്യരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി അൺകോൺഷ്യസായി ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ല കാര്യങ്ങളെ തള്ളിക്കളയുന്നു. ചിലപ്പോൾ ബോധപൂർവം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും. രണ്ടാമതായി, നമ്മെ തകർക്കുന്ന നെഗറ്റീവായ വിശ്വാസങ്ങൾക്ക് പകരം പോസിറ്റീവായ അഫർമേഷൻസ് കൊണ്ടുവരുന്നത്. നമ്മുടെ നെഗറ്റീവായ വിശ്വാസങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, അതുപോലെ സെൽഫ് ലവുമായി ബന്ധപ്പെട്ടവയ്ക്ക് യോജിച്ച പോസിറ്റീവ് അഫർമേഷൻസ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് കേൾക്കുന്നത് ഗുണകരമായിരിക്കും. നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാവധാനം തലച്ചോറിൻ്റെ തീറ്റ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലേക്ക് കടക്കുന്നു. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പ്രോഗ്രാം ചെയ്യപ്പെട്ട അതേ സ്റ്റേറ്റിലേക്ക്. നമ്മുടെ ലിമിറ്റിംഗ് ആയ വിശ്വാസങ്ങൾക്കനുസൃതമായി പോസിറ്റീവ് അഫർമേഷൻസ് തയ്യാറാക്കി അവയെ റെക്കോർഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. പ്രസന്റ് ടെൻസിൽ, വർത്തമാനകാലത്തിൽ അഫർമേഷൻസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായി, ഞാൻ സക്സസ്ഫുള്ളായ വ്യക്തിയാകും എന്നതിനു പകരം ഞാൻ സക്സസ്ഫുള്ളായ വ്യക്തിയാണ് എന്നതുപോലെ ഇവ സ്ഥിരതയോടെ ചെയ്യാൻ ശ്രമിക്കണം. മൂന്നാമതായി, ക്വാണ്ടം ഫീൽഡിൽ നിന്നും സൃഷ്ടിക്കുന്നത്. ഇത് സാധ്യമാകുന്നത് പ്രസന്റ് മൊമെന്റിൽ, ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ്.
ഇത് പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് വരാൻ നമ്മെ സഹായിക്കുന്നു. പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഒന്നുമില്ലായ്മയിലേക്ക് നമ്മുടെ എനർജിയെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ എല്ലാ ഭാഗങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കാൻ, കൊഹിറൻ്റായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ തലച്ചോറ് മുഴുവൻ ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് നമ്മളിൽ ഒരു സെൻസ് ഓഫ് ഫുൾനെസ് കൊണ്ടുവരുവാനും ഫീൽഡുമായി കണക്റ്റഡ് ആകാനും കാരണമാകുന്നു. കൂടെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ എനർജി. നമ്മൾ നമ്മളെ തന്നെ ഒരു കപ്പലായി സങ്കല്പിച്ചാൽ നമ്മുടെ ഇൻറ്റൻഷൻ കപ്പലിൻ്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്നു. ഹൃദയമാകട്ടെ എഞ്ചിനായും. നിങ്ങളുടെ സ്വപ്നങ്ങളുമായി പ്രണയത്തിലായ പോലെ ഹൃദയത്തിൽ അനുഭവിക്കാൻ ശ്രമിക്കണം. അത് യഥാർത്ഥത്തിൽ നേടിയ പോലെ അനുഭവിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. എത്രത്തോളം ഹൃദയവും തലച്ചോറും സംയോജിച്ച് പ്രവർത്തിക്കുന്നുവോ അത്രയധികം കൊഹിറൻറ്റ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഹൃദയമുള്ളത്. അത്രയധികം എനർജി അതിൽ നിലകൊള്ളുന്നു. ഹൃദയത്തിൽ ഇവ അനുഭവിക്കുന്നതിലൂടെ നമ്മൾ ഈ ഫീൽഡിലേക്ക് സിഗ്നൽസ് കൊടുക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഒന്നിനായും തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ എനർജി ക്വാണ്ടം ഫീൽഡിലുള്ള സാധ്യതകളുമായി സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ അവസരങ്ങളും കോയിൻസിഡൻസുകളും നമ്മൾ കാണാൻ ആരംഭിക്കുകയും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യും. അവസാനമായി ഒരു പ്രാക്ടീസ് ഉൾപ്പെടുത്താം. വളരെ സ്വസ്ഥമായിരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. 100 മുതൽ പിന്നിലോട്ട് എണ്ണാം. ഓരോ അക്കങ്ങൾ എണ്ണുമ്പോഴും അവയെ 2 പുരികങ്ങൾക്കിടയിൽ സങ്കല്പിക്കാം. കണ്ണുകൾ 20 ഡിഗ്രി ഉയർത്തിയ ശേഷം അടച്ചാൽ അത് ആൽഫ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് കടക്കാൻ സഹായിക്കും. എണ്ണുന്നത് തെറ്റിപ്പോയാൽ വീണ്ടും തെറ്റിയ അക്കത്തിൽ നിന്നും തുടങ്ങാം. 0-ലെത്തുമ്പോൾ നിങ്ങൾ ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനിലായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ജീവിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കാം. കൃത്യമായി എല്ലാം ഡീറ്റെയിൽസും മനസ്സിൽ കാണാം. അത് റിയലായി സംഭവിക്കുന്നതായി കാണാം. ഏറ്റവും പ്രധാനമായി അവയെ ഫീൽ ചെയ്യാൻ ശ്രമിക്കാം. നന്ദിയും എക്സൈറ്റ്മെൻറ്റും അനുഭവിക്കാൻ ശ്രമിക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാമെങ്കിലും ഏറ്റവും മികച്ചത് കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇത് ചെയ്ത ശേഷം പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യുന്നതാണ്. രാവിലെ ഉണർന്ന ശേഷം ചെയ്യുന്നതും നല്ലതാണ്. കാരണം ഈ സമയങ്ങളിൽ നമ്മുടെ തലച്ചോറ് മിക്കവാറും ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തെയും ചുറ്റുപാടുകളെയും മറന്ന് നമ്മുടെ ഈ ഒരു ഇൻറ്റൻഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീലിംഗ് ആണെന്ന് മറക്കരുത്. തീർച്ചയായും ഇവയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കുള്ള ആക്ഷൻ എടുക്കാൻ മറക്കരുത്. ഇവയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് ഗൈഡ് ചെയ്യപ്പെടുകയാണ്. കോയിൻസിഡൻസുകളാലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൂടെയും ഭാഗ്യം പോലെയും